ഹായ് ഹലോ. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഇത് ആരംഭിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് ചാറും ക്യാരറ്റും മെഴുക്കുവരട്ടിയാട്ടോ ഇന്ന് നമ്മൾ വെച്ചേക്കുന്നത്. ഏകദേശം രണ്ടും ആയതാട്ടോ. നമ്മൾ കറി വെക്കുന്ന വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല. ഇതിനു മുമ്പ് നമ്മളങ്ങനെ കറി വെക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതായതുകൊണ്ടാട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. എന്തായാലും നമ്മുടെ ഉരുളക്കിഴങ്ങിനാണേലും ക്യാരറ്റിനാണേലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റും മെഴുക്കുവരട്ടിയൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ ആദ്യക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടുപോയിക്കോളുവേ. ഇല്ലെങ്കിൽ വേറെ അങ്ങനെ പച്ചക്കറികളൊന്നും ആൾ കൊണ്ടുപോകില്ല കേട്ടോ. ഇങ്ങനെ ക്യാരറ്റൊക്കെ മെഴുക്കുവരട്ടി വെച്ച് ടീച്ചറും കൂടെ ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾ വെളുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ ക്യാരറ്റെങ്കിലും ഇച്ചിരി കൊണ്ടുപോകുന്നത്. അങ്ങനെ ക്യാരറ്റും മെഴുക്കുവരട്ടി ആയതുകൊണ്ട് ആദ്യക്കുട്ടും കൊണ്ടുപോകുന്നുള്ളതുകൊണ്ടാട്ടോ ക്യാരറ്റും മെഴുക്കുവരട്ടി. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമുക്കായിട്ട് കറിയും വെച്ചു കേട്ടോ. ഇന്നലത്തെ കൂട്ട് പുഴുക്കുണ്ടായിരുന്നു, ചക്കപ്പുഴുക്കാണേ. അങ്ങനെ ചക്കയോ കപ്പയോ ഒക്കെ പുഴുങ്ങുന്ന സമയങ്ങളിൽ നമുക്ക് രാവിലത്തേക്കിന് എന്തായാലും കുറച്ച് മിച്ചം വരും കേട്ടോ. അങ്ങനെ അതും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ എടുത്തു, കുറച്ച് കിഴങ്ങ് കറിയും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ചിരുന്ന കണ്ണിമാങ്ങ അച്ചാറാട്ടോ അതും കൂടെ കൂട്ടി നമ്മുടെ കാപ്പൂടി ഇങ്ങ് കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മാങ്ങയൊക്കെ ആണെങ്കിലും ഉപ്പിലിട്ട് വെച്ചിരുന്നതുകൊണ്ട് ഉപ്പും പുളി എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ച് അച്ചാറിനതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നേ. കുറച്ച് മാത്രമല്ല കേട്ടോ, കുറച്ചധികം തന്നെ പാത്രങ്ങളുണ്ടായിരുന്നു. കാരണം രാവിലെ തൊട്ടുള്ള ഇങ്ങനെ കിടക്കുകയാണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് തേച്ച് കഴുകി എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് അടുക്കി വെച്ച് അടുക്കള സ്ലാവ് ഒക്കെ ഒന്ന് തുടച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അടുക്കളയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടുക്കളയുടെ പണികളെല്ലാം കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ച് പള്ളിയുണ്ട് കേട്ടോ പറിക്കാനായിട്ട്. നമ്മൾ ഇങ്ങനെ കൂടെ മഴയൊക്കെ ഇങ്ങനെ പെയ്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഇപ്പം എവിടെ നോക്കിയാലും പള്ള മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്തിരി വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തന്നെയാണ് കേട്ടോ പണി. മഴയൊക്കെ ഒന്ന് മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പള്ള പറിക്കലായിരിക്കും നമ്മുടെ മെയിനായിട്ടുള്ള പണി. പിന്നെ നമ്മുടെ മുറ്റത്താണെങ്കിൽ കൂടുതലും മിറ്റിലിട്ടേക്കുക കേട്ടോ. മിറ്റിലിൻ്റെ ഇടയിൽ കൂടെ ഇച്ചിരി പോകുന്ന ഈ പള്ളയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് പറിച്ചിളകി പോരുന്ന പള്ളയാണെങ്കിൽ പോലും നമ്മുടെ കൈയുടെ വിരലിൻ്റെ തുമ്പിനൊക്കെ നന്നായിട്ട് വേദന എടുക്കും കേട്ടോ, മിറ്റിലൊക്കെ കൊണ്ടിട്ട്. അങ്ങനെ നിന്നുമൊക്കെ ആയിട്ട് നമ്മൾ ഒരു വിധത്തിൽ കുറേയൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ഇനിയും കുറച്ചും കൂടിയൊക്കെ മിച്ചമുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും പറിച്ചപ്പോൾ തന്നെ നമ്മൾ കുറച്ച് അവശതയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് വിശപ്പ് തോന്നി കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചക്ക ഏകദേശം ഒന്ന് പുളിഞ്ചുളയൊക്കെ ആയി കാണും. ഒന്ന് വെട്ടി നോക്കാമെന്ന് വിചാരിച്ചു വെട്ടിയതാട്ടോ. നല്ല മുഴുത്ത ചുളയും നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെട്ടിയെടുത്ത് അതും ഒന്ന് കഴിച്ചു കേട്ടോ. നമ്മുടെ മക്കളൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ, ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും വെട്ടിയെടുത്ത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.